ഹായ് മുത്തുമണീസ്, രാവിലെ തന്നെ നമുക്ക് ഒരിടത്ത് വരെ പോകാം കേട്ടോ. ചേട്ടന് ഞാൻ പൊന്നൂട്ടന് റെഡിയായി. ഞങ്ങൾ താണ്ട രാവിലെ എവിടെ പോകുന്നറിയാവോ? പറഞ്ഞേട്ടെ. ആ, പഴങ്കഞ്ഞി കുടിക്കാൻ പോവാണ് ഗായ്സ്. പഴങ്കഞ്ഞി വീട്ടിലെങ്ങും കിട്ടാത്തതുപോലെ ഈ മൂന്നെണ്ണം കൂടെ ആർത്തി മൂത്ത് രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലയോ. എന്നും ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും പൂരി ഇതൊക്കെയല്ലേ കഴിക്കുന്നത്. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ആട്ടെ, നമ്മുടെ വെട്ടിക്കോട്ട് ക്ഷേത്രം. വെട്ടിക്കോട്ട് ക്ഷേത്രത്തിന് കിഴക്കുവശത്തായിട്ടാണ് നമ്മുടെ പഴങ്കഞ്ഞിയുടെ സ്പോട്ട്. പഴങ്കഞ്ഞിയുടെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുന്തിരിക്കല്ല്, കാന്താരിക്കല്ല്, ചെത്തുകല്ല്. അല്ല, ഷാപ്പിലാണോ ഇവർ രാവിലെ വന്നതെന്ന് വിചാരിച്ചാൽ അതെ, ഷാപ്പ് തന്നെയാണ്. പക്ഷേ ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം, പൊറോട്ട, പഴങ്കഞ്ഞി, ചപ്പാത്തി, എല്ലാ ഫുഡും ഉണ്ട്. ഫ്രൈ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വന്നല്ല സൂപ്പർ. ഇതിന് 100 രൂപയെ അവർ വാങ്ങിക്കുന്നുള്ളൂ. 100 രൂപയ്ക്ക് ഇത് അവർക്ക് എങ്ങനെ മുതലാകുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ 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 ഫുഡാണ്. വീട്ടിൽ ചോറ് കൊടുത്താലിട്ട് തട്ടുന്നവനാ, അവിടെ ചെന്ന് പഴങ്കഞ്ഞി ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അത്ഭുതം വന്നു പോവും. എന്നിട്ട് ആ ഫുഡ് എങ്ങനെയുണ്ട്? ആ, സൂപ്പർ സൂപ്പർ സൂപ്പർ, സത്യമാണ് കേട്ടോ. സൂപ്പർ എന്നൊന്നും പറഞ്ഞേ പോരെ. നമുക്ക് ഈ ഫുഡിനെ പറ്റി പറയാൻ വാക്കുകളില്ല. എപ്പോഴും നമ്മൾ മന്തിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന നേരത്ത് ഇടയ്ക്കൊക്കെ നമുക്കൊരു പഴങ്കഞ്ഞി കഴിക്കാം കേട്ടോ. നമ്മുടെ മൈൻഡും വയറും ഒക്കെ ഒന്ന് കൂളാകാൻ പഴങ്കഞ്ഞി സൂപ്പറാണ്. ഓഹ്, മലമ്പാ വരെ വിഴുങ്ങിയതുപോലെ ഇരിക്കുന്ന എൻ്റെ കെട്ടിയവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നി. എങ്ങനെ വിഴുങ്ങിയെന്ന് തോന്നി. ഈ പാത്രം കണ്ടാൽ അറിയത്തില്ലയോ പുള്ളിയുടെ വയർ അത്രയ്ക്ക് നിറഞ്ഞിരിക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എന്തായാലും സൂപ്പറായിരുന്നു. വയറും മനസ്സും എല്ലാം ഒരുപോലെ നിറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ടാറ്റാ ബൈ ബൈ.